അങ്ങനെ രാവിലക്കത്തെ മദ്രസ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനും ബക്കറും ചായ കുടിക്കാനിരുന്നു. ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടു. അതിനുശേഷം നമുക്ക് വണ്ടി കഴുകാനുണ്ട്. കുറച്ച് ദിവസമായി ഇപ്പോൾ വണ്ടി കഴുകിയിട്ട്. അപ്പം ഇന്നിപ്പോൾ വണ്ടീനൊന്ന് കുളിപ്പിക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി കഴുകൽ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി മുമ്പായിട്ട് ബാക്കിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ വണ്ടി എടുത്തിട്ട് പാർക്കിങ്ങിലേക്ക് പോയി. നമ്മളിപ്പോൾ ബാക്കിൽ വെച്ചിട്ടാ വണ്ടി കഴുകല്. ഫ്രണ്ടിലിട്ട് വണ്ടി കഴുകുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റ് കണ്ടു കഴിഞ്ഞാൽ 500 ദിനാറോളം ഫൈൻ കിട്ടും. അപ്പോൾ ആ പേടി കൊണ്ട് നമ്മൾ എന്താക്കുക, ബാക്കിൽ പോയിട്ടാ വണ്ടി കഴുകല്. അപ്പം നമ്മൾ വണ്ടി പാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമുക്കിനി തുണി തോരടാനുണ്ട്. അപ്പം നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കിയത് എന്താക്കി, തോരട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പോയി കഴുകാനുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ വീട്ടിലെ ജോലിക്കാരാകുമ്പോഴേ ഒരു വണ്ടി കഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരാണ് ആ സമയത്ത് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലെത്തി, അപ്പം നമുക്ക് അടുത്ത വണ്ടിയും കഴുകാനുള്ള പണി കിട്ടും. അപ്പം നമ്മളങ്ങനെ ഈ വണ്ടിയും കഴുകണം. ഇത് നമ്മളെ ബാബ അഹമ്മദിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പൈപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇനി നമുക്ക് അടുത്തത് മദ്രസ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഫോളോ ചെയ്യാൻ മറക്കരുത്.